ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഇന്ന് നിങ്ങളെ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള കുറേ ചെടികളും പൂക്കളും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ കടലാസ് പൂ എന്നൊക്കെ പറയത്തില്ലേ, കടലാസ് പൂവിൻ്റെ കൂട്ടുള്ള ഒരു ടൈപ്പ് ചെടി പോലെയുണ്ട്, കണ്ടാൽ കമ്മൽ പോലെയൊക്കെ ഉണ്ട്, കണ്ടാൽ തന്നെ നല്ല രസമാണ് കാണാൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീടിൻ്റെ ചുറ്റും ചെടികളാണ്. ചേച്ചിയും മക്കളും ഒക്കെ നല്ല ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് കൂടുതലായിട്ടും ചെടികളും പൂക്കളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും നല്ല രസം തന്നെയാണ് കാണാൻ തന്നെ. ഇത് ചേച്ചിയുടെ വീടിൻ്റെ മുറിയാണിത്, ഹാളാണ്. ഹാളിൻ്റെ അവിടെ ചെറിയൊരു ഷെൽഫുണ്ട്. ഷെൽഫിൽ നിറയെ പൂക്കളും അതുപോലെ അവർ മക്കൾക്ക് കിട്ടിയതായ കുറേ അവാർഡുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ചേച്ചിയുടെ മൂത്ത മോളാണിത്. അവളാണെങ്കിൽ രാത്രിയും പകലും ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രിയുടെ 3ാമത്തെ വർഷത്തിൽ അവൾക്ക് 9ാമത്തെ റാങ്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ MSc ബോട്ടണിയിൽ 3ാമത്തെ റാങ്കും കരസ്ഥമാക്കി. 2 വർഷങ്ങളിലും അടുപ്പിച്ചടുപ്പിച്ച് റാങ്ക് നേടിയ കുട്ടിയാണിത്. കാരണം നമ്മുടേതായ സാഹചര്യങ്ങൾ കൂടിയാണെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് അവളുടേതായ കഴിവിനെ അവൾ തെളിയിച്ചൊരു കുട്ടി തന്നെയാണെന്ന് പറയാം. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അവളോട്. അവൾക്കിനിയും വീടിന് പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതെല്ലാം അവൾക്ക് കിട്ടിയ അവാർഡുകളാണ്. ഞാനാണെങ്കിൽ നാട്ടിൽ പോയാൽ കൂടുതലായിട്ടും ഇലയിലാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം വാഴയിലയിൽ ഇങ്ങനെ ചോറിട്ട് കഴിക്കാനോ. നമ്മുടെ സാധാരണ ആഹാരമായാൽ കൂടി അങ്ങനെയാണ് ഞാൻ കഴിക്കാറുള്ളത്. കണ്ടില്ലേ, കപ്പ വേവിച്ചത്, മീൻ കറി, മീൻ വറുത്തത്, അതുപോലെ തന്നെ നമ്മുടെ എരിശോരി എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം കൂടി ഇട്ട് കഴിക്കാനും നല്ലതാണ്. നമുക്ക് പാത്രവും കഴുകണ്ടല്ലോ. അപ്പം കണ്ട അസ്ത്രം, പയർ, ചെറുപയറൊക്കെ ഇട്ട് എല്ലാ കിഴങ്ങുകളൊക്കെ ഇട്ട് അസ്ത്രം അല്ലെങ്കിൽ എരിശോരി എന്നൊക്കെ പറയത്തില്ല, അതാണ് ആ കറിയാണത്. പിന്നെ നല്ല സൂപ്പർ പപ്പടം, ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി കഴിക്കാൻ എനിക്കൊരു പ്രത്യേക ഇഷ്ടവും ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് അങ്ങനെ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാൻ. പിന്നെ ചേച്ചി എനിക്കായിട്ട് കുറച്ച് അടപ്രഥമനൊക്കെ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് സൂപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്നിട്ട് അവിടുത്തെ കുറേ ചെടികളും ചേച്ചിയുടെ വീട്ടിലെ പൂച്ചകളാണ് ഇതൊക്കെ. ഭയങ്കര ഉറക്കത്തിലാണ് അവരൊക്കെ ചോറ് കഴിച്ചിട്ട്. ഒരാൾ മാത്രം കണ്ണു തുറന്ന് നോക്കുന്നു. ഇനി ഇതും ചുറ്റുപാടുമുള്ള ചെടികളാണ് ഇതെല്ലാം ഇവിടെ കാണുന്നത്. ഇതിൻ്റെയൊന്നും പേരുകളൊന്നും എനിക്കറിയത്തില്ല. സൂപ്പറായിട്ടുണ്ട് കാണാൻ തന്നെ. ഇത് കണ്ടാലൊരു കല്യാണത്തിനൊക്കെ പിടിക്കുന്ന ബൊക്ക പോലെ ഉണ്ടായിരുന്നു, കണ്ടില്ലേ. നല്ല മണമാണ് പൂവിന്. സൂപ്പർ റോസാപ്പൂ പോലെയുണ്ട് കാണാൻ തന്നെ. ഇത് അപ്പൂപ്പൻ താട്ടി എന്നൊക്കെ ഞങ്ങൾ പറയുന്നതിന് അവിടെ. ഞാൻ അപ്പൂപ്പൻ്റെ താടി പോലെ ഇങ്ങനെ നിൽക്കുന്നില്ലേ പൂ, അതിനാൽ. പക്ഷേ ഇത് നട്ട് കഴിഞ്ഞാലും വിത്തൊക്കെ നല്ല തണൽ കിട്ടും. ചെറിയ മരമാണെങ്കിലും നല്ല തണലാണ് ചെടിക്ക്. ഇത് നമ്മൾ പൂച്ചെടി എന്നൊക്കെ പറയുന്നില്ലേ, അതിൻ്റെ ഓറഞ്ച് കളറ്. അങ്ങനെ ഡിഫറെൻറ്റ് മുള്ളൊക്കെ ഉള്ള ഒരു സൈസ് ചെടി. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ചെടികളെ കൊണ്ട് നിറഞ്ഞതാണ് ഇവിടെ. ഇത് കണ്ടില്ലേ, തൊട്ടാവാടി എന്നൊക്കെ നമ്മൾ പറയും. തൊട്ടാൽ തന്നെ ഇലകളിങ്ങനെ അടഞ്ഞു പോകുന്ന പോലെ ഉണ്ടാകും. കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും അതുപോലെ പറമ്പിൽ പോകുമ്പോൾ ഞങ്ങളതിനെ തൊട്ടിട്ടേ ഇരിക്കും. നമ്മളിങ്ങനെ തൊടുമ്പോൾ ഇലകൾ അങ്ങ് അടഞ്ഞു പോകുന്ന പോലെ ഉണ്ടാകും. ഇതെല്ലാം 4 മണി പൂക്കളാണ്, പല കളറിലുള്ള വൈറ്റ്, യെല്ലോ, റോസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള 4 മണി പൂക്കൾ.